സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന സ്വപ്നം ഉറങ്ങാൻ സമ്മതിക്കില്ലെന്നതായതോടെ HP-യിലെ ബോസുമാരുടെ അനുമതി വാങ്ങി പാർട്ട് ടൈം ബിസിനസ്സിലേക്ക് കടക്കാമെന്നായി. അമ്മയെ മാതൃകയാക്കി കയ്യിലുണ്ടായിരുന്ന 30 സെന്റിൽ അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വിൽക്കാമെന്നായിരുന്നു പദ്ധതി. അങ്ങനെ അതിവേഗം പ്ലാനായി, കെട്ടിടവുമായി. ആദ്യ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ ആസ്ട്രോഫിസിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മലയാളിയാണ് വന്നത്. എന്നാൽ റോയിയെ അത്ഭുതപ്പെടുത്തി. അയാൾ അഡ്വാൻസിനുള്ള പണമായി ഭാര്യയുടെ സ്വർണം ഒരു കവറിൽ പൊതിഞ്ഞ് സഞ്ചിയിൽ വെച്ചാണ് വന്നത്. ടേബിളിൽ വെച്ച് പൊതി തുറന്ന് സ്വർണം കാണിച്ച് ഇതൊരു മാർവാടിക്ക് പണയം വെച്ചിട്ട് അഡ്വാൻസ് കണ്ടെത്തുമോ എന്ന് അയാൾ ചോദിച്ചപ്പോൾ റോയിയുടെ ചങ്കൊന്ന് പിടഞ്ഞു. ഒരു വീടെന്നത് ഓരോ മനുഷ്യന്റെയും എത്ര വലിയ സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞ റോയി ഇത് പാർട്ട് ടൈം ജോലിയായി ചെയ്യേണ്ട പണിയല്ലെന്നും തീർത്തും ഉത്തരവാദിത്വത്തോടെ നടത്തേണ്ട സ്വപ്ന വ്യാപാരമാണെന്നും തിരിച്ചറിഞ്ഞു. അങ്ങനെ തൽക്കാലം പാർട്ട് ടൈം ബിസിനസ് അവിടെ അവസാനിപ്പിച്ചു. 1997 റോയി ആ വലിയ തീരുമാനമെടുക്കുന്നത്. കേട്ടവരെല്ലാം മണ്ടനെന്ന് പരിഹസിച്ചപ്പോഴും റോയിയുടെ ഭാര്യ മാത്രം അയാൾക്കൊപ്പം നിന്നു. അങ്ങനെ അന്ന് അയാൾ HP-യിലെ അഭിമാനകരമായ ജോലി രാജിവെച്ച് ഭൂമി ഇടപാടിലേക്ക് ഇറങ്ങി. ഒപ്പം സ്വിസ് ബിസിനസ് സ്കൂളിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടി. റോയി അങ്ങനെ ഡോക്ടർ CJ റോയി ആയി. വീട് എന്നത് ഒരു സ്വപ്ന വ്യാപാരമാണെന്ന് തിരിച്ചറിഞ്ഞ ആ അതികായന് ചുവട് പിഴച്ചതെവിടെ? കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വളർച്ച താഴ്ചകളെ റോയ് നേരിട്ടതെങ്ങനെ? CJ റോയിയുടെ ജീവിതം കണ്ടറിയാം AI ദൃശ്യമികവിൽ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.